രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞ് എങ്ങനെയുണ്ട് ജീവിതം, എങ്ങനെ മുന്നോട്ട് പോകുന്നു? ജീവിതമൊക്കെ അടിച്ചു പൊളിച്ചു പോകുന്നു. നിൽക്കാൻ സമയമില്ല. സത്യം പറഞ്ഞാൽ എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ സമയമില്ലല്ലേ? ഇല്ല ഇല്ല. പിന്നെ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി കുറച്ചു നേരം. അല്ലേ? അപ്പൊ ചിലർക്ക് സംശയമുണ്ട്, ഈ ഹണിമൂൺ നിങ്ങള് പോയോ ഇല്ലേ എന്നൊക്കെയുള്ള. ഞങ്ങൾ പറഞ്ഞു കുണുമണാലിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. പറഞ്ഞായിരുന്നല്ലോ. അല്ലേ പച്ചാളം? കുടുംബം നമുക്കിപ്പോ ഡേറ്റ് അല്ലെ പച്ചാളം? ഡേറ്റ് ഇല്ല. പാപ്പടത്തിന്റെ ബിസിനസ് നടക്കുന്നുണ്ട്. ഡേറ്റ് ഓക്കെ. നമ്മൾ പോകുന്നുണ്ട്. നമുക്കൊന്ന് തൃശ്ശൂർ വരെ പോകണമെന്നുണ്ട്, കോയമ്പത്തൂർ ഒന്ന് പോകണമെന്നുണ്ട്. അപ്പം ഇത് റിയൽ ആയിട്ടാണോ അതോ ഫേക്ക് ആയിട്ട് ചെയ്യുന്നത്? അതെന്താണ് പറയാനുള്ളത് അവരോട്? ഇതിലങ്ങനെ നിൽക്കുവാണ്. ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് മാത്രം അങ്ങനെ നടത്തിയിരിക്കുക. പക്ഷെ ഞങ്ങളത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് എന്താണെന്ന്. അത് പറയാനുള്ളൊരു പോയിന്റ് എത്തിയിട്ടില്ല. അപ്പൊ എന്തോ അതിന് ദുരുദ്ദേശമുണ്ട്. ഉദ്ദേശം നല്ല ഉദ്ദേശമാണോ ദുരുദ്ദേശമാണോ? നല്ല ഉദ്ദേശമാണ്. ആൾക്കാർക്ക് ദുരുദ്ദേശമായിട്ട് തോന്നാറുണ്ടെങ്കിൽ തോന്നിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ എന്താ പറയാ, നമ്മൾ നമ്മളുടെ കണ്ടൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇത് ഇഷ്ടപ്പെടുന്നുണ്ടാവര് ആയിരിക്കാം, ഇഷ്ടപ്പെടാത്തവരായിരിക്കാം. അതൊന്നും നമ്മളെ ബാധിക്കുന്നത്. നമ്മൾ നെഗറ്റീവ് വരുന്നതിനെല്ലാം മാക്സിമം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്നും ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ പിന്നെ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോട് എന്താ പറയാനുള്ളത്? നമ്മള് വലിയ സന്തോഷമായിട്ട് എടുക്കുന്നു. കാരണം അത് നമ്മുടെ വിജയമാണ്. അവർക്ക് അറിയില്ല അത്. അവർ നെഗറ്റീവ് കമന്റ് ഇടുന്നതോറുമാണ് നമ്മുടെ കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഈ നന്നായി. നെഗറ്റീവ് കമന്റുകളും റീച്ച് ആകുമ്പോൾ ഈ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും കാണുന്നുണ്ട് അതുവഴി, അല്ലേ? നമ്മളറിയാവുന്നവർക്ക് നമ്മൾ അവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1-2 പേരാണ് കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്, അതും ഫേക്ക് അക്കൗണ്ട്. അപ്പൊ അത് നമ്മൾ വലിയ കാര്യമാക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു നെഗറ്റീവ് കമന്റ് പോലും ഇല്ലാതെ കയറിയൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനെ അടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കമന്റ് ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് വന്ന് ഇടുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അല്ലാതെ അതിനകത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായി പോയല്ലേ ഇത്? പ്രതീക്ഷിക്കാതെ ഇടുന്ന സാധനമാണല്ലോ എയറിലോട്ട് പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് സർവമംഗള മംഗല്യേ നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും പിന്നെ നിൽക്കുന്നത് അല്ലേ, ഒരു ടെമ്പിൾ സീൻ എടുത്തോണ്ട് നിന്ന സമയത്താണ് നിങ്ങളെ കണ്ടത്. താങ്ക്സ്. താങ്ക് യു.